ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ജെൻസിൻ്റെ ടീഷർട്ടിന് വർക്കൊന്നും ഇല്ലാത്തൊരു സിമ്പിൾ ടീഷർട്ട് നമുക്ക് എങ്ങനെ നല്ല ബ്രാൻഡഡ് ടീഷർട്ടാക്കി മാറ്റാം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിന്നിവിടെ നൈക്കിൻ്റെ സിമ്പിളാണ് ഇവിടെ ഇതിൽ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഞാൻ ബട്ടർ പേപ്പറിൽ നൈക്കിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കാർബൺ പേപ്പറാണ്. അപ്പോൾ കാർബൺ പേപ്പർ ഞാനൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയൊരു പേപ്പറാണ്, അതിൽ നിന്ന് പകുതി കട്ട് ചെയ്തതാണ്. അപ്പോൾ പിന്നെ ഫാബ്രിക് പെയിൻ്റാണ് വേണ്ടത്. വൈറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്, അക്രലിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു പോയിൻ്റ് ബ്രഷ്, 0 സൈസുള്ള പോയിൻ്റ് ബ്രഷ്. ഫ്ലാറ്റ് ബ്രഷ് എടുക്കാൻ കുഴപ്പമില്ല, പക്ഷേ പോയിൻ്റ് ബ്രഷ് ആവും ഒന്നുകൂടി ബെറ്റർ. പിന്നെ ഈ ഒരു കാർബൺ പേപ്പറിൻ്റെ യെല്ലോ കളറ് ഭാഗം നമുക്ക് താഴ്ഭാഗത്താക്കിയിട്ട് അതിന് മുകളിൽ നമ്മുടെ നൈക്കിൻ്റെ ആ ഒരു പിക്ചർ കൂടി വെക്കാം. എന്നിട്ട് പെന്നോ പെൻസിലോ ഉപയോഗിച്ചിട്ട് നമുക്ക് പതിയെ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ബനിയൻ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വല്ലാതെ കാണണം എന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല ക്യാമറയിൽ, എനിക്ക് ചെറുതായിട്ടേ കാണുന്നുള്ളൂ. പിന്നെ നമുക്ക് റിങ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ബനിയൻ ക്ലോത്ത് ആയതുകൊണ്ട് റിങ്ങൊന്നും അധികം ടൈറ്റായിട്ട് ഫിറ്റ് ചെയ്യരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു നൈക്കിൻ്റെ ആ ഒരു പിക്ചർ നമുക്ക് ഫാബ്രിക് പെയിൻറ്റ് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഫിനിഷ് ചെയ്ത് കൊടുക്കാം. വൃത്തിയായിട്ട് ചെയ്യണം, പുറത്തേക്കൊന്നും തള്ളിപ്പോവരുത്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് തള്ളിപ്പോയാൽ ഇത് നമ്മൾ ചെയ്തതാണെന്ന് മനസ്സിലാവും. അങ്ങനെ ഒരിക്കലും തിരിച്ചറിയരുത്. ഇതൊരു ബ്രാൻഡഡ് ഷർട്ടാണെന്ന് തോന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു നീറ്റ് കിട്ടണം. അപ്പോൾ നമുക്കിതുപോലെ പതിയെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്കിതൊരു 10-5 മിനിറ്റ് ഉണങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ടീഷർട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് നമ്മൾ ഏത് ഭാഗത്താണ് ഡിസൈൻ ചെയ്തത് ആ ഒരു ഭാഗത്ത് നമ്മൾ നല്ല ചൂടായിട്ട് നല്ല അയൺ ചെയ്ത് കൊടുക്കുക. നല്ല ചൂടായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം തന്നെ നന്നായിട്ട് അയൺ ചെയ്ത് വൃത്തിയാക്കാം. ഇനി നമ്മൾ ഈ ഒരു അയൺ കഴിഞ്ഞാൽ 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ഭാഗത്ത് ഒരു തവണയും കൂടി അയൺ ചെയ്താൽ നന്നായിരിക്കും. എന്നാൽ നമ്മൾ പെട്ടെന്നൊന്നും ഇത് അലക്കിയാൽ തന്നെ ആ ഒരു ഡിസൈൻ പെട്ടെന്ന് പോവില്ല. ഫാബ്രിക് ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പോകുമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ അവസാനിച്ചു. നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ഡിസൈനിലേക്ക് പോവാണ്. ഓക്കെ, ഇനി ഞാൻ കാണിക്കുന്നത് ചെറിയ കുട്ടികളുടെ ഷർട്ടാണ് കേട്ടോ. ഇത് ബട്ടൺ ഷർട്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പോക്കറ്റിൻ്റെ മുകളിലായിട്ട് തന്നെ എംബ്രോയ്ഡറി ഉപയോഗിച്ച് എങ്ങനെ സിമ്പിൾസ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിമ്പിളിന് ഒരു പ്രത്യേക നെയിമൊന്നും എനിക്കറിയില്ല. എൻ്റെ ഇഷ്ടത്തിന് ഞാനൊരു സിമ്പിൾ ഉണ്ടാക്കിയിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് കാർബൺ പേപ്പറിൻ്റെ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പെൻ ഉപയോഗിച്ച് ജസ്റ്റ് വരച്ചെടുത്താൽ മതിയാവും. ഞാനിവിടെ പെൻ ഉപയോഗിച്ച് എനിക്കിഷ്ടപ്പെട്ടൊരു ഡിസൈൻ ഇവിടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം റിങ് ഫിറ്റ് ചെയ്യാം, എന്നിട്ട് ഡ്രോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു വർക്കിലാണ് ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. ഇനി നമുക്ക് പതിയെ ഇങ്ങനെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പതിയെ ചെറുതായിട്ട് ആ ഒരു ബ്ലാക്ക് കളറിൽ മാത്രമായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് വരാൻ പാടുള്ളൂ. അതിന് പുറത്തേക്കൊന്നും തള്ളിയിട്ട് വരാൻ പാടില്ല. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. നമ്മുടെ ആ ഒരു പെന്നിൻ്റെ ആ ഒരു മാർക്ക് ചെയ്ത ഒരു ഭാഗം കാണാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ. ഇതുപോലെ ഇങ്ങനെ പതിയെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മൾ ചെയ്തതാണെന്ന് ഒരിക്കലും പറയില്ല, കാരണം അത്രയും ലൈറ്റായിട്ട് കട്ടിയില്ലാത്ത രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പ്രിൻ്റായി വന്നതെന്നേ പറയാൻ പറ്റുള്ളൂ. ഇത് വീട്ടിൽ അടിച്ചൊരു ഷർട്ടായിരുന്നു കേട്ടോ, സിസ്റ്റർ അടിച്ചതായിരുന്നു. അപ്പോൾ അതിൽ വർക്കൊന്നും ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു വർക്കും കൂടി വന്നപ്പോൾ ഇതിപ്പോൾ നമ്മൾ അടിച്ചതാണ്, നമ്മൾ ചെയ്തതെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലത്തെ ഡിസൈൻസൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക.
പിന്നെ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.